സ്വീകരിക്കട്ടെ. ഞാൻ അലക്സ് കാസയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. മാഡം പാലാ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ് നിലവിൽ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിക്ക് ഇതുവരെ ഒരു ശീലമില്ലാതിരുന്ന ഒരു സംഘടന, നിലവിലുള്ള നിയമങ്ങളെ മാനിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വചനത്തിൽ ഊന്നിക്കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംഘടന, അത് ഇപ്പം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് സംഘടനകൾ ധാരാളമുണ്ട്. പക്ഷേ സംഘടനകളെല്ലാം ചെറിയ ഒരു സർക്കിളിനകത്ത് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ തലത്തിൽ പോലും കോട്ടയം ജില്ലയിൽ ഒരു 100-150 വാർഡുകളിലെങ്കിലും മെമ്പർമാരെ വിജയിപ്പിക്കാവുന്ന, വളരെ ഈസിയായിട്ട് വിജയിപ്പിക്കാവുന്ന ഒരു ബലം ഉണ്ടായിട്ട് പോലും നമ്മൾ ആ ഒരു രംഗത്തേക്ക് പോലും പ്രവേശനം ചെയ്യപ്പെട്ടില്ല. ഫലമോ നമ്മൾ രാഷ്ട്രീയ തലത്തിൽ നിന്നും എല്ലാം, കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും, പ്രത്യേകിച്ച് പാല, നമ്മുടെ മധ്യ തിരുവിതാംകൂർ ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടും അതോടൊപ്പം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ഒരു പുതിയ സമൂഹം, ഒരു പുതിയ കൾച്ചർ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് പിതാവിന് ഇതുവരെ കാസയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് 2 വാക്ക് ഒന്ന് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അലക്സ് പറഞ്ഞ കാസയെക്കുറിച്ച് എനിക്കിപ്പോൾ കിട്ടിയ അറിവും മറ്റ് പലരും നൽകിയിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ ഈ മാഗിയമ്മയും സംസാരിച്ചിരുന്നു. ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളിൽ സമുദായത്തെ ഉണർത്താനും സമുദായത്തിൻ്റെ ഒരു ശക്തീകരണം രൂപപ്പെടുത്താനുമൊക്കെ ഉദ്ദേശിച്ചുള്ളതാണ്. സമാധാന കാംക്ഷിയായിട്ടുള്ള ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ സുവിശേഷാത്മകമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ എല്ലാവരോടും ചേർത്ത് ആരെയും അന്യരായിട്ട് കാണാതെ എല്ലാവരെയും, എന്നാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും അന്യായമായിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയുമൊക്കെ നാട്ടിലെ നിയമം അനുസരിച്ചും നിലവിലിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചും സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നല്ലതാണ്. തീർച്ചയായിട്ടും കാസയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചാൽ നല്ലതാണ്. കാരണം സംഘടനകൾ ഒത്തിരിയുണ്ട്. നമ്മുടെ സമുദായത്തിലാണെങ്കിലും സമുദായ സംഘടനകളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സമുദായ സംഘടനകളും ചേർന്ന് പ്രവർത്തിച്ചെങ്കിലേ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ശരിയായിട്ട് നമുക്ക് നേരിടാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണുന്നൊരു പ്രത്യേകത, ഒത്തിരി സമുദായ സംഘടനകളും മറ്റ് സംഘടനകളൊക്കെ ഉണ്ട് നമ്മുടെ പല നമ്മുടെ ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെ. എല്ലാവരെയും യോജിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നേടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, ഈ സംഘടനകളെല്ലാം തമ്മിലൊരു എങ്ങനെയാണ് ഒന്ന് ഒരു കോമൺ കോസിന് വേണ്ടി ഒന്നിച്ചു വരാൻ പറ്റുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചാലേ ഉദ്ദേശിച്ച ഫലങ്ങൾ നേടാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ്. പക്ഷെ ലക്ഷ്യം വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഇന്ന് ഒത്തിരി തട്ടുകളിലായിട്ട് ക്രിസ്തീയ വിഭാഗങ്ങളെല്ലാം നിൽക്കുകയാണ്. അത് അവരെ എല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എല്ലാ സംഘടനകളും ഒരു കോമൺ കോസിന് വേണ്ടി ഒന്നിച്ചു വരാനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്താനാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലൊക്കെ മുന്നോട്ട് പ്രവർത്തിച്ചാൽ കാസയുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് ഏറ്റവും പ്രധാനമായൊരു കാര്യം, നമ്മൾ ഈ സമുദായ മേലധ്യക്ഷന്മാരുടെ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കും. സമുദായങ്ങളെ നയിക്കുന്ന മേലധ്യക്ഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സമുദായത്തിലെ അംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ ഒരു വിശ്വാസം നേടി പിന്തുണ നേടി പോകാനായിട്ട് കൂടി സാധിച്ചാലേ നമുക്കൊരു സാമുദായിക ശക്തീകരണം എന്നുള്ളത് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തീയ വിഭാഗങ്ങളെല്ലാം സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികർ, സന്യസ്തർ, മെത്രാന്മാർ,
എന്നൊക്കെ പറയുന്നവരുടെ ആ ഒരു അഭിപ്രായം അനുസരിച്ച് നീങ്ങുന്ന ഒരു സമൂഹമാണ്. സമാധാനകാംക്ഷികളാണ്. അതെ. ആരെയും ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എല്ലാവരോടും സ്നേഹിച്ച് പോകണമെന്നും എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് മാറി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രദേശം ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ അങ്ങോട്ട് പോക്കോളാമെന്നും ആഗ്രഹിക്കുന്ന ഒരു സമുദായമാണ് ക്രിസ്തീയ സമുദായം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സമുദായമാണ് നമ്മുടേതെന്നുള്ള നമ്മൾ ഓർക്കണം. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാം പോകുന്നു എന്ന് നമ്മൾ പറയുന്നതിന് കാരണം ഇതാണ്. അവർ സമാധാനകാംക്ഷികളായതുകൊണ്ടും ശാന്തമായിട്ടും ഒക്കെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടും സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നമുക്കുള്ളതുകൊണ്ട് ജോലി ചെയ്ത് സത്യസന്ധമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം തേടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാ നാട്ടിലും ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുക. ഇപ്പം ഒരുപാട് കേന്ദ്ര പദ്ധതികൾ നമുക്കായിട്ടുണ്ടെന്ന് ഇപ്പം ശ്രീമതി നമ്മുടെ വിനീത മാഡം നമ്മൾ പറയുകയുണ്ടായി. പക്ഷെ നമുക്കതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒന്ന് അറിവ് കുറവാണ് അതിനകത്തൊരു പ്രധാന കാരണം. അതിനെക്കുറിച്ചുള്ള ഒരു താഴെത്തട്ടിലേക്ക് വന്നിട്ടില്ല. ഇത് ഈ പദ്ധതികൾ ന്യൂനപക്ഷത്തിന് വേണ്ടി ഉണ്ട് എന്നുള്ളൊരു കാര്യം. എന്നാൽ അതേക്കുറിച്ച് അറിവുള്ള മറ്റൊരു വിഭാഗമുണ്ട് താനും. പക്ഷെ നമ്മളുടെ വിഭാഗത്തിന് ഇപ്പോഴും അത് ഉപയോഗിക്കാനും പറ്റുന്നില്ല, അത് അറിയത്തുമില്ല, അതേക്കുറിച്ച് അവയർനെസ് ആയിട്ടില്ല. അപ്പം അതിനുവേണ്ടിയും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതെ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തന്നെയുണ്ടല്ലോ കേന്ദ്രത്തിൽ. അപ്പോൾ ആ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ക്ഷേമ പദ്ധതികളുണ്ട്. വലിയൊരു തുക തന്നെ അതിൽ ഉണ്ടെന്നാണ് കാണുന്നത്. അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നം ഇതാണ്. നമ്മൾ പല കാര്യങ്ങളും ഇതിൻ്റെ പിറകെ പോയി അന്വേഷിച്ച് കണ്ടെത്തി അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇല്ല. അപ്പോൾ അതൊരു നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് നല്ലതാണ് ആശയെ സംബന്ധിച്ചേ. കാരണം ആരെങ്കിലും ഒരു നല്ല രീതിയിൽ ഇതിനെ തമ്മിൽ ഏകോപിപ്പിച്ച് പോകാനായിട്ട് സാധിക്കണം. കേന്ദ്ര പദ്ധതികൾ വരുന്നു, ഏതെല്ലാമാണ്, അതെങ്ങനെ നേടിയെടുക്കാം. ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ വന്നാലും അതിങ്ങനെ താഴോട്ട് വരികയാണല്ലോ. സംസ്ഥാന തലത്തിലൊക്കെ വന്നിട്ടാണല്ലോ അത് വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഒരു കയ്യിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദം പലർക്കും പല ലക്ഷ്യങ്ങളുള്ളവരും പല താല്പര്യങ്ങളുള്ളവരും ഒക്കെ ആയിരിക്കാം. അവരതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നീക്കുന്നത്. പിതാവേ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്നത് താമസിച്ചുള്ള വിവാഹങ്ങളെല്ലാം എബവ് 30. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ സമുദായത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയെ ബാധിക്കും? അപ്പം ഞങ്ങൾ അതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ, ഇത്ര ലേറ്റ് ആവുന്നതിനെ എതിരായിട്ട് നമ്മൾ പരമാവധി നേരത്തെ വിവാഹപ്രായം ഉയർത്തണം. അതുപോലെ തന്നെ സ്വന്തം ഒരു യൗവനം ജീവിത പങ്കാളിയുടെ കൂടെ തന്നെ തീർക്കണം. അങ്ങനെ ഒരു ഇതും യൗവനത്തിൽ ജനിക്കുന്ന മക്കളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളൊരു ക്യാമ്പയിൻ തന്നെ നടത്തുന്നു. ഒരു ബോധവൽക്കരണമായിട്ട് നടത്തുക. ബോധവൽക്കരണമായിട്ട് നമുക്കിപ്പം വിവാഹം കഴിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൻ്റെ മെച്ചം എന്താണ് എന്നതിനെക്കുറിച്ച് അവബോധം കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ. നമ്മളതുകൊണ്ട് അതിൻ്റെ നന്മ എന്താണ്? പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് പോകണം. നമ്മളെ ഇടയിൽ മറ്റെല്ലാ കാര്യങ്ങളും സേഫ് ആക്കിയിട്ട് പോകാൻ കഴിക്കുന്ന ഒരു രീതി ക്രൈസ്തവ സമുദായത്തിനിടയിലുണ്ട്. വീട് പണിത് എല്ലാം റെഡിയാക്കണം, കാർ എടുക്കണം, സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 40 വയസ്സാവും. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ 30 വയസ്സിന് മുമ്പ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പം മറ്റൊരു പ്രശ്നം കൂടെ ഉള്ളത് മറ്റൊരു സമുദായത്തിൽ നിന്നും നേരിടുന്ന ഒരു മാസീവായിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജിഹാദ്. അവർ പ്ലാൻഡാണ്. കാരണം എങ്ങനെയാണ് അവരുടെ ഐഡിയോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പക്ഷെ അത് ക്രൈസ്തവർക്ക് അത് മനസ്സിലാവുന്നില്ല. അവരതിനെ ഒരു മാനവികതയുടെ കോണിൽ നിന്നുകൊണ്ട് കാണാനാണ് പല ക്രൈസ്തവനും ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ള കാര്യം അത് അറിയുന്നില്ല. കാരണം അറിയാഞ്ഞിട്ടല്ല, നമ്മെ സംബന്ധിച്ച് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു എല്ലാ കാലത്തും അത് യൂറോപ്പിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്ന പലതും ക്രൈസ്തവ രാജ്യങ്ങളല്ലാതായി തീർന്നു. അതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഇടയിൽ അങ്ങനെ ഒരു തീവ്ര അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ളൊരു നിലപാട് ഒന്നുമില്ല. അവരുടെ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഭൂമിയിൽ ദൈവം പറയുന്ന പോലെയൊക്കെ ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ ഇടയാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു
ആശയമാണ് ക്രൈസ്തവ സമുദായം നേരിടുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ ഇങ്ങനെ പറഞ്ഞ പോലെ മുൻകൂട്ടി പറഞ്ഞ സമാധാനകാംക്ഷികളും ആരുമായിട്ടും ആക്രമിക്കാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണല്ലോ. ആരെല്ലാം ആക്രമിക്കാൻ വന്നാലും അവനോടും സ്നേഹം മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേ നമുക്ക് സാധിക്കുള്ളൂ. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ ആക്രമിക്കുന്നവരോടും നമുക്ക് തിരിച്ചാക്രമിക്കാനോ ആ രീതിയിൽ പറ്റത്തില്ല. പക്ഷെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം അവിടെ നിൽക്കുന്നുണ്ട്. ആരെല്ലാം എത്രയെല്ലാം ശക്തമായിട്ട് പ്രവർത്തിച്ചാലും ദൈവം എന്ന് പറയുന്ന ആ വലിയ ശക്തി സത്യത്തിനും നീതിക്കും സാഹോദര്യത്തിനും സമാധാനത്തിനും ആത്യന്തികമായ വിജയം പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പം ഇസ്രായേൽക്കാരുടെ പ്രവാസ കാലഘട്ടമൊക്കെ നമുക്കറിയാമല്ലോ. ഇസ്രായേലികളെ പിടിച്ചുകൊണ്ട് പോയി. അവർക്ക് അസീറിയൻകാരുടെ ആക്രമണം ഉണ്ടായി, ബാബിലോണിയൻ അടിമത്തം ഉണ്ടായി. ഇങ്ങനെയുള്ള അടിമത്ത കാലഘട്ടങ്ങളിലെല്ലാം അതിനെ അതിജീവിച്ചത് അത്ഭുതകരമായിട്ടാണ്. അപ്പോൾ ബാബിലോൺകാർ വന്ന് ഇസ്രായേൽക്കാരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ജെറുസലേം ദേവാലയം അടിച്ചു തകർക്കുകയും ചെയ്തു. ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മതത്തിൻ്റെ കേന്ദ്രമാണ്. അത് കല്ല് തകർത്ത് കളഞ്ഞു ബാബിലോൺകാർ. എന്നിട്ട് വരെ മുഴുവൻ അടിമകളാക്കിയിട്ട് കൊണ്ടുപോയി, അവരുടെ നാട്ടിൽ കൊണ്ടുപോയി. തിരിച്ചൊരിക്കലും ജെറുസലേമിൽ വരാമെന്ന് ഒരു ഇസ്രായേൽക്കാരനും പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് അതിനുള്ള ശക്തിയില്ല. ബാബിലോൺ എന്ന് പറയുന്ന മഹാശക്തിയോട് നേരിടാൻ പറ്റുന്ന യാതൊരു ശക്തിയില്ല. അവർക്ക് ഒരിക്കലും ഇനിയും തിരിച്ചു വരാൻ പറ്റില്ല. ഈ അടിമത്തം ഒരിക്കലും മാറുമെന്നും കരുതിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു വിജാതീയനായൊരു സൈറസ് ചക്രവർത്തി പേർഷ്യയിലുണ്ടായി, സൈറസ്. അദ്ദേഹം വന്ന് ബാബിലോണിനെ കീഴ്പ്പെടുത്തി. ബാബിലോൺ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് അന്ന് ലോകത്തിൽ ആരും കരുതിയിരുന്നില്ല. അത്രമാത്രം പ്രബലമായൊരു സാമ്രാജ്യമായിരുന്നു. എന്നാൽ ഈ സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തി ബാബിലോണിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ യഹൂദരെ എല്ലാം തിരിച്ച് മടക്കി അയച്ചു. നിങ്ങളെല്ലാം പൊക്കോളാൻ പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത്. ആരും പ്രതീക്ഷിക്കാത്തൊരു വിജാതി ചക്രവർത്തികളെ ഉപയോഗിച്ച് ദൈവം തൻ്റെ ജനത്തിന് നീതി നടപ്പാക്കി കൊടുക്കും. അപ്പം നമ്മൾ പറയുന്നതാണ് വാസ്തവത്തിൽ ഒരു ദൈവത്തിൽ ആശ്രയിച്ച് നീങ്ങുന്നൊരു സമൂഹമാണ് നമ്മൾ. നമുക്കെതിരെ ആരെങ്കിലും ഒക്കെ എന്തെല്ലാം അതിക്രമങ്ങളും കാണിച്ചാലും ആത്യന്തിക വിജയം ദൈവത്തിന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എങ്കിലും പിതാവ്, എനിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അതായത് നമ്മൾ മാമോദീസ വഴിയായിട്ട് ഒരു കുഞ്ഞിനെ നമ്മൾ ദൈവത്തിൻ്റെ ഇതായിട്ട് നേടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു ഐഡിയോളജി ഉപയോഗിച്ച് മറ്റൊരു ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ആത്മീയ നാശം സംഭവിക്കുന്നില്ലേ? ഒരു ആത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? നമ്മളുടെ ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു ഇതിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കർത്താവിനോടുകൂടി സംസ്കരിക്കുന്നവന് മാത്രമേ കർത്താവിനോടുകൂടി ഉയർപ്പുള്ളൂ. അപ്പോൾ കർത്താവിനോടുകൂടി സംസ്കരിക്കപ്പെട്ടു, പക്ഷേ കർത്താവിനോടുകൂടി ഉയർക്കാനുള്ള ആ ഒരു സാധ്യത ഉത്തരവാദിത്തപ്പെട്ട പേരൻസ് തന്നെ അല്ല സമൂഹം തന്നെ ഇല്ലായ്മ ചെയ്യുന്നു. അത് പ്രിയപ്പെട്ട അലക്സ്, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളവർ, ഈ വിധംസ പ്രവർത്തനം നടത്തുന്നവർ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ നമുക്ക് പെനയാൻ പറ്റും. അത് നാട്ടിലെ നിയമം അനുസരിച്ച് അവരെ അധികാരികൾ നിയമം കൈകാര്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം എന്താണ്? ക്രിസ്തീയ അസ്തിത്വം, അതിൻ്റെ മഹത്വം എന്താണ്? ഇപ്പം നിങ്ങൾ കാസ എന്ന നിലയിലുള്ള സംഘടന പ്രവർത്തിക്കുമ്പം ഈ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കണം. ഈ ഒരു ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ആ വിശ്വാസത്തിൽ ജനിച്ച് മരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് കേവലം ആരുടെയെങ്കിലും ഒരു പ്രേരണയ്ക്ക് വഴങ്ങി വിശ്വാസത്തെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ ഒരിക്കലും സാധിക്കുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ശക്തമായിട്ട് കൊടുക്കാൻ ഈ കാസയുടെയൊക്കെ പ്രവർത്തനങ്ങൾ വഴി സാധിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ബലപ്പെടുത്താൻ പറ്റും. അങ്ങനെ സമുദായത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുപോലെ പിതാവെ, കത്തോലിക്ക സഭയുടെ വിവാഹപ്രായം 16 വയസ്സാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പെൺകുട്ടികളുടെ 18ഉം ആൺകുട്ടികളുടെ 21ഉമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് അവരുടെ ജീവിതാന്തസ്സിലേക്ക് അവരെ കയറ്റിവിടുന്ന ഒരു നിലയിലേക്ക് നമ്മളുടെ എല്ലാ സമൂഹങ്ങളും ഉയർന്നു വരുന്നത് ഒരു എന്നെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം അത് വേണ്ടതല്ലേ? പിന്നെ തീർച്ചയായിട്ടും വേണ്ടതാണ്. ക്രിസ്ത്യാനി
ഇതൊരു പ്രത്യേകതയാണ്. വിവാഹം കഴിക്കുന്നത് എല്ലാ അനുകൂല ഘടകങ്ങളും ഒരുക്കിയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ആ നന്മ നിറഞ്ഞൊരു മനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. കാരണം എല്ലാം വീട്ടിൽ പെൺകുട്ടി വീട്ടിൽ വരുമ്പം വേറെ കിടക്കാനൊരു മുറി വേണ്ടേ എന്ന് ചോദിക്കുമ്പം അതിനകത്തൊരു അർത്ഥമില്ലേ? ഞാൻ കല്യാണം കഴിച്ചൊരു പെൺകൊച്ചിനെ കൊണ്ട് വരുമ്പോൾ വീട്ടിൽ ഇരിക്കാനും കിടക്കാനും ഒരു മുറി വേണ്ടേ? അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു സൗകര്യമൊക്കെ ക്രമീകരിച്ചൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഫാമിലി തന്നെയാണ്. മറ്റുള്ളതെല്ലാം അതിനോട് ചേർന്ന് വന്ന ചില ഭൗതിക സാഹചര്യങ്ങളാണ്. കുടുംബം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം. അതുകൊണ്ടാണ് വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണം. നമ്മുടെ നാട്ടിൽ നിയമം അനുസരിച്ച് ഇപ്പോൾ 20, 18, 20 അതനുസരിച്ച് തന്നെ അതനുസരിച്ച് വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകും കുട്ടികൾ. ബാക്കി സൗകര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടായിട്ട് ആ സമുദായത്തിൻ്റെ തന്നെ ഓരോ കുടുംബത്തിൻ്റെയും ബലത്തിൽ ചെയ്യുക. പഴയ കാലത്ത് കാരണവന്മാരത് ചെയ്തിരുന്നു. വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക ദൈവത്തിൻ്റെ ഒരു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ക്രമത്തിൽ ചെയ്യുക. അപ്പോൾ ബാക്കിയെല്ലാം ദൈവം തരും എന്നുള്ളതാണ് നമ്മുടെ പൂർവിക കാരണവന്മാർക്കെല്ലാം ഉണ്ടായിരുന്ന ദർശനം. അപ്പോൾ ആ വിശ്വാസത്തിലൊക്കെ നമുക്ക് ബലപ്പെടുത്താൻ പറ്റിയാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് എല്ലാം ഒത്തിരി വരുന്നിട്ട് നമുക്കെല്ലാം ചെയ്യാം, അതെല്ലാം നമ്മളിലേക്ക് നമ്മൾ ചുരുങ്ങുന്നതിൻ്റെ ഒരു നമ്മൾ തന്നെ ഒരു വിശ്വാസം വരുന്നതിൻ്റെ അർത്ഥമാണ്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കുടുംബമാണ്, ദൈവം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായവ ദൈവം തരും, നമ്മളതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ പൂർവികർ കുടുംബങ്ങളെ നയിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികളുടെ കാര്യം പറയുന്നതിന് വേണ്ടി രാഷ്ട്രീയ തലത്തിൽ നമ്മളുടെ പ്രതിനിധികളെ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. കേരളത്തിലെ ക്രൈസ്തവ സമുദായം രാഷ്ട്രീയ മേഖലയിൽ വളരെ മുന്നിലായിരുന്നു. വളരെ ശക്തരായ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ തന്നെ സുപ്രധാന പങ്ക് വഹിച്ച അനേകർ ക്രൈസ്തവരാണ്. അപ്പം അങ്ങനെ ക്രൈസ്തവർ രാഷ്ട്രീയ മേഖലയിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിലെ ബുദ്ധിപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗം മുഴുവൻ നാട് വിട്ടുപോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കുന്നവർ ആയിട്ടുള്ളവരുടെ എണ്ണം കുറയുകയാണ്. പിന്നീട് മറ്റൊന്ന്, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്നില്ല. കാരണം ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം നമ്മുടെ സമൂഹം ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ സമാധാനകാംക്ഷികളാണ്, സത്യസന്ധരുമാണ്, വലിയ ബഹളമൊന്നും കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം ആയതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഇവിടെ എന്താണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ആ ഒരു സ്വഭാവത്തോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല നമ്മുടെ യൂത്വത്തിന്. അതും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം വീണ്ടും ദുർബലമാകും. അതായത് മൂല്യബോധമുള്ളവർ രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അരാജകത്വമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാർ വരണം. കാസായൊക്കെ പോലുള്ള സംഘടനകൾ ശക്തമായ യുവചേതനയെ അണിനിരത്താൻ ആയിട്ടുള്ള ഒരാവേശവും പ്രചോദനവും കൊടുക്കുക. അത് നാടിനും സമുദായത്തിനും എല്ലാം ആവശ്യമാണ്. ഈ നാട് നിൽക്കണ്ടേ? കേരളം എന്ന് പറയുന്ന ഈ നാട് എത്രയോ നല്ലൊരു നാടാണ്, ദൈവത്തിൻ്റെ നാടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കണം, ജനങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നല്ല രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതിനുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ കൊടുക്കാനും നമ്മുടെ യുവജനങ്ങൾ കൊടുക്കാനും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിതാവ് ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് താങ്ക് യു കേട്ടോ. പ്രത്യേകം നന്ദി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വന്നതിനും ഈ കൂട്ടായ്മയ്ക്കും പ്രത്യേകം നന്ദി. ദൈവം തുടർന്നും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.